ഓം ശാന്തി 25/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ കുട്ടികൾ, അധികാരികളാണ്. നിങ്ങൾ ബാബയുടെ അടുക്കൽ ശരണമെടുക്കാൻ വന്നതല്ല. കുട്ടികൾ ഒരിക്കലും പിതാവിൻ്റെ അടുക്കൽ ശരണത്തിൽ വരുന്നില്ല. കുട്ടി എന്നാൽ പിതാവിൻ്റെ അവകാശിയാണ്. അത് ജനനം മുതൽ തന്നെ അവകാശിയാണ്. അതുപോലെ നമ്മൾ കുട്ടികളും ബാബയുടെ അവകാശി കുട്ടികളാണ്, അധികാരി കുട്ടികളാണ്. നമ്മൾ ഒരിക്കലും ബാബയുടെ ശരണത്തിൽ വന്നവരാണ് എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ശരണത്തിൽ വന്നവർ എന്നതിലുപരി നമ്മളെ ദത്തെടുത്തിരിക്കുന്നതാണ്. ശിവബാബ ബ്രഹ്മബാബയിലൂടെ നമ്മൾ ഓരോ കുട്ടികളെയും ദത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത ജന്മം ദിവ്യജന്മം എന്ന് പറയുന്നത്. ഇതിനാൽ നമ്മൾ ഒരിക്കലും ശരണത്തിലല്ല. നമ്മൾ ബാബയുടെ കുട്ടികളാണ്, അവകാശി കുട്ടികളാണ്, അധികാരി കുട്ടികളാണ്. ചോദ്യം: ഏത് കാര്യം സദാ സ്മരിക്കുകയാണെങ്കിൽ മായ ശല്യപ്പെടുത്തില്ല? ഉത്തരം: നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. അത് നമ്മുടെ പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. എന്നാൽ നിരാകാരനുമാണ്. നമ്മൾ നിരാകാരി ആത്മാക്കളെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ബാബയാണ്. ഇത് ബുദ്ധിയിൽ സ്മരിക്കുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കും. പിന്നെ മായ ശല്യപ്പെടുത്തില്ല. നമ്മൾ ബാബയുടെ കുട്ടികൾക്കുള്ള പരാതിയാണ്: മായ വല്ലാതെ ശല്യം ചെയ്യുന്നു, മായ വല്ലാതെ നമ്മളെ മറവിപ്പിക്കുന്നു, വിഘ്നങ്ങൾ കൊണ്ടുവരുന്നു എന്നെല്ലാം. ബാബ പറയുന്നു, ഒരു കാര്യം ഓർമ്മിച്ചാൽ ഒരിക്കലും മായ ശല്യപ്പെടുത്തില്ല. അതാണ് നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബാബ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. അച്ഛൻ എന്ന പാർട്ടിലൂടെ നമ്മളെ പരിപാലിക്കുന്നു. ടീച്ചർ എന്ന പാർട്ടിലൂടെ നമ്മെ പഠിപ്പിച്ച് വിവേകശാലിയാക്കുന്നു. സദ്ഗുരു എന്ന പാർട്ടിലൂടെ ശ്രീമത്ത് നൽകി നമ്മളെ ശ്രേഷ്ഠ സ്ഥിതിയിൽ എത്തിക്കുന്നു, സദ്ഗതിയിൽ എത്തിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഈ 3 പാർട്ടും അഭിനയിക്കുന്ന ബാബ നിരാകാരനാണ്, സ്വന്തമായി ശരീരം ഇല്ലാത്തവനാണ്. നമ്മൾ ആത്മാക്കളും നിരാകാരി ആത്മാക്കളാണ്. നമ്മെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ബാബയാണ്. ഈ കാര്യം ഓർമ്മയുണ്ടെങ്കിലാണ് സന്തോഷത്തിൻ്റെ അളവ് എപ്പോഴും വർദ്ധിച്ചിരിക്കുന്നത്. നാം ഇത്രയും നാളും ദേഹബോധത്തിലായിരുന്നു. അത് കാരണം ദേഹധാരികളെയാണ് ഓർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു, നാം ആത്മാക്കളാണ്, അവിനാശിയാണ്, നിരാകാരനാണ്. നമ്മുടെ പിതാവും നിരാകാരനാണ്. ഈ കാര്യം എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ തിരിച്ചു നമ്മൾക്ക് നമ്മുടെ നിരാകാരി സ്ഥിതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. നിരാകാരനായ ബാബയെ മായയുടെ ശല്യമില്ലാതെ ഓർമ്മിക്കാനും സാധിക്കും. അതിനാൽ ബാബ പറയുന്നു, സദാ ബുദ്ധിയിലുണ്ടായിരിക്കണം. നിരാകാരനായ ബാബയുടെ നാം നിരാകാരനായ കുട്ടികളാണ്. നമ്മെ പഠിപ്പിക്കുന്നതും നമ്മൾക്ക് ശ്രീമതം തരുന്നതും നിരാകാരനായ ബാബയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സിനിമ നരകത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ്. ഇതിനാൽ സിനിമ കാണരുത്. ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമായി ഉയർന്ന പദവിയെടുക്കണം. ഈ പഴയ ലോകത്തിനോട് ഹൃദയം വയ്ക്കരുത്. 2. മനസാ വാച കർമ്മണ ആർക്കും ദുഃഖം കൊടുക്കരുത്. എല്ലാവരുടെ ചെവികളിലും മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ നൽകണം. ബുദ്ധിയോഗം ഒരു ബാബയോട് യോജിപ്പിക്കണം.
ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സിനിമ എന്നത് നരകത്തിലേക്കുള്ള വഴിയാണ്. സിനിമ തെറ്റായ ഒരു ധാരണ വളരെ ശക്തമായി അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ഉള്ള മാധ്യമമാണ്. അതിനാൽ സിനിമ കാണരുത്. ബാബയുടെ ഓർമ്മയിലൂടെ നാം പവിത്രമാകുന്നു, ഉയർന്ന പദവിയും എടുക്കുന്നു. അതിനാൽ ഓർമ്മയുടെ യാത്രയിലിരിക്കണം. അതിനോടൊപ്പം ഈ പഴയ ലോകത്തിൽ ആകർഷിതരാകരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എല്ലാവർക്കും മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ നൽകണം. എന്നാൽ നമ്മളിൽ നിന്ന് ആർക്കും മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ ദുഃഖമുണ്ടാകരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ബുദ്ധിയുടെ കണക്ഷൻ എപ്പോഴും ഒരു ബാബയോട് ആയിരിക്കണം. മറ്റൊന്നിനോടും ബുദ്ധിയുടെ കണക്ഷൻ യോജിപ്പിക്കരുത്. വരദാനം: സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് സെക്കൻഡിൽ അശരീരി സ്ഥിതി അനുഭവിക്കുന്ന പ്രീത ബുദ്ധിയായി ഭവിക്കട്ടെ. എവിടെ പ്രഭു പ്രീതിയുണ്ടോ അവിടെ അശരീരിയാകുക ഒരു സെക്കൻഡിൻ്റെ കളിക്ക് സമാനമാണ്. ഏതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ അന്ധകാരം സമാപ്തമാകുന്നു, ഇതുപോലെ പ്രീത ബുദ്ധിയായി സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയുടെ സ്വിച്ച് ഓഫായി തീരും. ഇത് സെക്കൻഡിൻ്റെ കളിയാണ്. വായിലൂടെ ബാബ എന്ന് പറയുന്നതിനും സമയമെടുക്കുന്നു, എന്നാൽ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിന് സമയമെടുക്കുന്നില്ല. ഈ ബാബ വാക്ക് തന്നെ പഴയ ലോകത്തെ മറക്കുന്നതിന് ഉള്ള ആത്മീയ ബോംബാണ്. എവിടെ ബാബയോട് സ്നേഹമുണ്ടോ അശരീരിയാകുക എന്നത് വളരെ സഹജമായി തീരുന്നു, ഒരു സെക്കൻഡിൻ്റെ കളിയായി തീരുന്നു. ഏതുപോലെ സ്വിച്ച് ഓൺ ചെയ്താൽ അന്ധകാരം സമാപ്തമാകുന്നു, അതുപോലെ ബാബയുടെ സ്നേഹത്തെക്കുറിച്ച് ബുദ്ധിയിൽ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ ശരീരവും ശരീരത്തിൻ്റെ ലോകവും സ്വിച്ച് ഓഫായി തീരുന്നു. ഇത് സെക്കൻഡിൻ്റെ കളിയാണ്. വായിലൂടെ ബാബ എന്ന് പറയുന്നതിനും സെക്കൻഡാണെങ്കിലും സമയമെടുക്കുന്നു, എന്നാൽ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിന് സമയമെടുക്കുന്നില്ല. ഈ ബാബ എന്ന വാക്ക് എല്ലാം തന്നെ മറക്കുന്നതിനുള്ള ആത്മീയ ബോംബാണ്. സ്ലോഗൻ: ദേഹബോധത്തിൻ്റെ മണ്ണിൻ്റെ ഭാരത്തിൽ നിന്ന് ഉപരിയായിരിക്കൂ, എങ്കിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്ത ആയിത്തീരും. എത്രത്തോളം ദേഹബോധത്തിൽ നിന്ന് നാം മാറി നിൽക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും ഡബിൾ ലൈറ്റ് ഫരിഷ്ത, അതായത് നമ്മളിൽ നിന്ന് പ്രകാശത്തിൻ്റെ അനുഭവം നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും. നാം ഭാരരഹിതമായിരിക്കും. ഇവ രണ്ടും ഉള്ളതുകൊണ്ട് ഫരിഷ്തയുടെ അനുഭവവും ഉണ്ടാകും. അതിനാൽ ദേഹബോധത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യണം. ഓം ശാന്തി.